ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. പൌരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു. പൌരത്വ അപേക്ഷകൾ ഓൺലൈനായി മാത്രമായിരിക്കും സ്വീകരിക്കുകയെന്നും ഇതിനായി പ്രത്യേക വെബ് പോർട്ടൽ സജ്ജീകരിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗക്കാരായ അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൌരത്വം നൽകുന്നത് സംബന്ധിച്ചാണ് പൌരത്വ ഭേദഗതി നിയമം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് പൌരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ അസ്വസ്ഥമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് ജനങ്ങളെ വിഭജിക്കാൻ കാരണമാകുമെന്നും പൌരന്മാരെ പല തട്ടുകളാക്കുമെന്നും മുഖ്യമന്ത്രി വിമർശനമുന്നയിച്ചു. പൌരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അഗ്നി 5 മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി നടന്നു. മിഷൻ ദിവ്യാസ്ത്രയുടെ വിജയത്തോടെ MIRV സാങ്കേതിക ശേഷിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി. ഒരു മിസൈലിനെ ഒന്നിലധികം യുദ്ധമുഖങ്ങളിൽ വിന്യസിപ്പിക്കാമെന്നതാണ് ഈ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത. അഗ്നി 5 മിസൈലിന്റെ പരീക്ഷണ വിജയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ സമൂഹമാധ്യമത്തിലൂടെ DRDO ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ചു. തെരഞ്ഞെടുപ്പ് ബോണ്ട് സംബന്ധിച്ച വിശദ വിവരങ്ങൾ നാളെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാൻ SBIക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. വിവരങ്ങൾ കൈമാറാൻ അധിക സമയം അനുവദിക്കണമെന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപേക്ഷ കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5-അംഗ ബഞ്ചാണ് കേസ് പരിഗണിച്ചത്. SBI കൈമാറുന്ന വിവരങ്ങൾ മാർച്ച് 15-ന് വൈകുന്നേരം 5 മണിക്കകം ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ സ്വീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി ഫെബ്രുവരി 15-നാണ് സുപ്രീംകോടതി റദ്ദാക്കിയത്. കേരളത്തിൽ നാളെ റംസാൻ വ്രതാരംഭം. കോഴിക്കോട് കാപ്പാടും പൊന്നാനിയിലും മാസപ്പിറവി കണ്ടു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് റംസാൻ വ്രതം ആരംഭിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരള സന്ദർശനം നടത്തുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഈ മാസം 15-ന് പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 19-ന് പാലക്കാട് നടക്കുന്ന റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാന സർക്കാർ സപ്ലൈകോ വഴി ശബരി കെ റൈസ് ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്ന അരിയുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ തിരുവനന്തപുരത്ത് നിർവഹിക്കും. അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി V. ശിവൻകുട്ടി ആദ്യ വിൽപ്പന നിർവഹിക്കും. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ 1 ഗഡു ഈ മാസം 15-ന് വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും. കനിവ് 108 ആംബുലൻസ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി നടപ്പാക്കുന്ന ഹോസ്പിറ്റൽ പ്രീ അറൈവൽ ഇന്റിമേഷൻ സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ നിർവഹിച്ചു. രോഗിയുമായി കനിവ് 108 ആംബുലൻസ് മെഡിക്കൽ കോളേജിലേക്ക് തിരിക്കുമ്പോൾ തന്നെ വിവരം അത്യാഹിത വിഭാഗത്തിലെ സ്ക്രീനിൽ തെളിയുന്നതിനുള്ള സംവിധാനമാണിത്. നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകുന്നതിന് തിരുവനന്തപുരത്തെ 10 കോളേജുകളിൽ AI ലാബുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ നിർമ്മിത ബുദ്ധി ആവാസ വ്യവസ്ഥ ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സർക്കാർ സ്വകാര്യ മേഖലയിലെ കോളേജുകളിലായിരിക്കും പുതിയ AI ലാബുകൾ വരുന്നത്. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് മംഗലാപുരം വരെ നീട്ടിയതായി ദക്ഷിണ റെയിൽവേ അറിയിച്ചു. ട്രെയിനിന്റെ മംഗലാപുരം സെൻട്രലിൽ നിന്നുള്ള സർവീസ് നാളെ രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്യും. വർക്കല ഫ്ളോട്ടിംഗ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഡെപ്യൂട്ടി കളക്ടർ നിർദ്ദേശം നൽകി. ഇനിയൊരു മുന്നറിയിപ്പ് നൽകുന്നതുവരെ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കാനാണ് നിർദ്ദേശം. ഡെപ്യൂട്ടി കളക്ടറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് നടത്തിപ്പ് ചുമതലയുള്ള സ്വകാര്യ സ്ഥാപനത്തിനെതിരെ പോലീസ് കേസെടുത്തു. തൃശൂർ മെഡിക്കൽ കോളേജിലെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഓൺലൈനായി നിർവഹിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.